പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബൈലാറ്ററൽ ന്യൂമോണിയ ബാധിച്ച് ഫെബ്രുവരി 14 ജെമല്ലി ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിട്ട് ഇന്നേക്ക് 24 ദിവസം തികയുകയാണ്. അതെ, നമുക്കിപ്പോൾ കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യാവസ്ഥ സ്ഥായിയായിട്ട് തുടരുകയാണ്. തൽഫലമായിട്ട് പരിശുദ്ധ പിതാവ് എല്ലാ ചികിത്സകളോടും നല്ല രീതിയിൽ പ്രതികരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. പുതിയ തോതിൽ പനിയോ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നാണ് മെഡിക്കൽ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിന്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലായിട്ടാണ് കാണിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഇന്ന് തന്റെ പേപ്പൽ സൂട്ടിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് പരിശുദ്ധ പിതാവ് അല്പം വിശ്രമത്തിന് ശേഷം മറ്റ് ചില ജോലികളിൽ ഏർപ്പെട്ടു എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നാണ് മെഡിക്കൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും പരിശുദ്ധ പിതാവിന് രാത്രിയിൽ നോൺ ഇൻവേസീവ് ഓക്സിജൻ വെന്റിലേഷനും പകൽ സമയത്ത് ഹൈ ഫ്ലോ ഓക്സിജൻ തെറാപ്പിയുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പിതാവിന് പനിയോ മറ്റ് ആരോഗ്യപരമായ പുതിയ കോംപ്ലിക്കേഷൻസോ ശ്വാസ തടസ്സങ്ങളോ ഒന്നും ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിന്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലായിട്ടാണ് ഈ ദിവസങ്ങളിൽ കാണിക്കുന്നത്. പ്രത്യേകമായി ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, എല്ലാ വർഷവും നൊയമ്പ് കാലഘട്ടത്തിൽ റോമൻ കുരിയോട് ചേർന്ന്, അതായത് വത്തിക്കാനിൽ ജോലി ചെയ്യുന്ന എല്ലാ കർദിനാൾമാരോടും ബിഷപ്സിനോടും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരോടും ചേർന്ന് നൊയമ്പ് കാലത്ത് പ്രത്യേകമായി വാർഷിക ധ്യാനത്തിൽ പരിശുദ്ധ പിതാവ് പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. ഏതാനും വർഷങ്ങളായിട്ട് പരിശുദ്ധ പിതാവ് ഇത് മിസ്സായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആദ്യമായിട്ടാണ് പരിശുദ്ധ പിതാവ് തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് റോമൻ കുരിയുമായിട്ട് ഈ ധ്യാനം പങ്കെടുക്കുവാനായിട്ട്. ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് ശാരീരികമായി സാധിക്കാത്തത് കൊണ്ട് തന്നെ താൻ ചികിത്സയിലായിരിക്കുന്ന മുറിയിലിരുന്നു കൊണ്ട് അത്യാധുനികമായ സംവിധാനങ്ങളുടെ സഹായത്താൽ അവരുമായി ആത്മീയമായി ഐക്യപ്പെട്ട് ചികിത്സയിലായിരിക്കുന്ന മുറിയിൽ നിന്നുകൊണ്ടും ആ ധ്യാനത്തിൽ പങ്കെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ എല്ലാ ഞായറാഴ്ചയിലുമുള്ള കർത്താവിന്റെ മാലാഖ പ്രാർത്ഥനയും ഈ ഞായറാഴ്ചയും പരിശുദ്ധ പിതാവ് മിസ്സാകും, താൻ ചികിത്സയിലായതിനാൽ. പക്ഷെ അതോടൊപ്പമുള്ള തന്റെ സന്ദേശം നവമാധ്യമങ്ങളിലൂടെ പരിശുദ്ധ പിതാവ് പുറപ്പെടുവിക്കുന്നതായിരിക്കുമെന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. പതിവ് പോലെ പരിശുദ്ധ പിതാവിനുള്ള പ്രാർത്ഥന സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജപമാല പ്രാർത്ഥനയായിട്ട് ഉയരുകയാണ്. ആ ജപമാല പ്രാർത്ഥനകൾക്ക് ഇന്ന് നേതൃത്വം കൊടുത്തത് ഇന്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡെക്കാസ്ട്രിയുടെ ഹെഡായ ജെസ്യൂട്ട് കർദിനാളായ അഭിവന്യ മൈക്കിൾ ഷെർണി പിതാവാണ്. കർദിനാൾ പിതാവ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അനൗൺസ് ചെയ്യുകയുണ്ടായി. ഇന്നലെ പരിശുദ്ധ പിതാവിന്റെ സ്വന്തം നാടായ അർജന്റീനയിലെ ബോണസ് ഐറിസിലെ കത്തീഡ്രൽ പള്ളിയിൽ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉയർന്നു എന്നും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് തുടർന്നത്. ആ ഓർമ്മപ്പെടുത്തലിൽ അഭിവന്യ കർദിനാൾ മൈക്കിൾ ഷെർണി ഊന്നി പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്. ബോണസ് ഐറിസിലെ ജനങ്ങളെല്ലാം അവിടെ പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടിയപ്പോൾ അവരു ആപ്തവാക്യം ഉച്ചസ്വരത്തിൽ പറയുകയുണ്ടായി. അതിങ്ങനെയാണ്: ലവ് ഈസ് റീപെയ്ഡ് ബൈ ലവ്. അതായത് സ്നേഹം കൊണ്ട് മാത്രമേ തിരികെ വീട്ടാനാകൂ. അതായത് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്ന സ്നേഹത്തിനും ശുശ്രൂഷകൾക്കും പ്രതിഫലമായി നമുക്ക് നൽകാൻ സാധിക്കുന്നത് പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൂടെ നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ്. പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് വീണ്ടും ഉയർത്താം. അതായത് പരിശുദ്ധ പിതാവ് ഏറ്റവും ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ, ഈ ദിവസങ്ങളിൽ കാണുന്ന പുരോഗമനം വീണ്ടും തുടരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഗുഡ്നസ് ടെലിവിഷനു വേണ്ടി ഫാദർ ജോജി പോളിനോടൊപ്പം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോബി പോൾ.